Good morning. Welcome to Social Studies class. Today I am going to teach you Social Studies of class 5, chapter 5, is the weather and climate. You already studied this lesson in the 3rd standard onwards. You take a test also, weather and climate. What is a weather? Weather is the state of the atmosphere relating to temperature, wind, rainfall and humidity at a given place at a given time. അതായത് വെതർ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഓഫ് അറ്റ്മോസ്ഫിയർ റിലേറ്റിംഗ് ടു ടെമ്പറേച്ചർ, വിൻഡ്, റെയിൻഫോൾ, ഹ്യൂമിഡിറ്റി അറ്റ് എ ഗിവൺ പ്ലേസ് ആൻഡ് എ ഗിവൺ ടൈം. ഇന്ന് ഈ സമയത്ത് മഴയാണ്, അല്ലെ രാവിലെ മഴയായിരുന്നു, അല്ലെ ഉച്ച കഴിഞ്ഞ് വെയിലാണ്, ഇങ്ങനെയൊക്കെ നമ്മൾ പറയുന്നതിനെയാണ് നമ്മളെന്ത് പറയുന്നത്, വെതർ എന്ന് പറയുന്നത്. അതായത് ഈ സമയത്ത് രാവിലെ ചിലപ്പോൾ മഴയായിരിക്കും, ഉച്ച കഴിഞ്ഞ് നല്ല വെയിലായിരിക്കും. ആ ടൈമിന് അല്ലെ സംഭവത്തെ അല്ലെ ടെമ്പറേച്ചർ ഉണ്ടോ, കാറ്റാണോ, റെയിൻഫോൾ ആണോ, ഇത് ഡിറ്റർമൈൻ ചെയ്യുന്നതിനെയാണ് നമ്മളെന്ത് പറയുന്നത്, വെതർ എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് എ ക്ലൈമറ്റ്? Weather condition experienced in an area for a long time is called climate. Climate എന്ന് പറയുന്നതാണ് ആ വെതർ ഓർ ദ ക്ലൈമറ്റ് ഓർ ദ കണ്ടീഷൻസ്, അതായത് ടെമ്പറേച്ചർ ഓർ റെയിൻഫോൾ ദാറ്റ് ഓക്കേർഡ് ഫോർ എ ലോങ് ടൈം, വളരെ കാലം. അതായത് നമ്മൾ പറയും വളരെ കാലത്തെ കാലാവസ്ഥ, അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ പറയുന്നത് ക്ലൈമറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പറയും ജൂൺ ടു സെപ്റ്റംബർ എന്താ മഴക്കാലം, അല്ലെ ഏപ്രിൽ മെയ് അല്ല പിന്നെ സമ്മർ സീസൺ എന്നൊക്കെ പറയും. അതാണ് എൻ്റെ ക്ലൈമറ്റ്. ദെൻ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഡിറ്റർമൈൻ എ ക്ലൈമറ്റ്? എന്തിന് ക്ലൈമറ്റിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാം? ദർ ആർ മെനി ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ ക്ലൈമറ്റ് ഓഫ് എ പ്ലേസ്. ദേ ആർ distance of the place from the equator, height of the place above the sea level, the distance from the sea, the direction of winds, the amount of humidity. These are the factors affect climate. എന്താണ് ഇതെല്ലാം ക്ലൈമറ്റിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ? ആദ്യം എന്താണ്? ഡിസ്റ്റൻസ് ഫ്രോം ദ ഇക്വേറ്റർ എന്ന് പറഞ്ഞാൽ ഇക്വേറ്ററിനുള്ള ദൂരം. ദ ക്ലൈമറ്റ് ഓഫ് എ പ്ലേസ് ഡിപ്പെൻഡ്സ് ദി എമൗണ്ട് ഓഫ് സൺലൈറ്റ് റിസീവ്സ്. അതായത് ആ ഒരു സ്ഥലത്ത് കിട്ടുന്ന സൂര്യൻ്റെ ചൂട് അത് ആ സ്ഥലത്തെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നു, അല്ലേ? ദ റേസ് ഓഫ് ദ സൺ ഫോൾ ഓവർ ദി എർത്ത് and fall vertically over the equator. The areas of the equator thus receive more heat than warmer than the place far away from the equator. അതായത് സൺറൈസ് ആർ ഫോൾ ഡയറക്ട്ലി ഓൺ ദി ഇക്വേറ്റർ. ഉണ്ടോ? ഇക്വേറ്ററിന് അടുത്തുള്ള പ്രദേശത്ത് എന്താണ് സൂര്യൻ നേരെ സൂര്യരശ്മി വന്ന് പതിക്കുന്നു, ഉണ്ടോ? അപ്പോൾ അവിടെ നല്ല ചൂടായിരിക്കും, അല്ലേ? അങ്ങനെയാണ്. അതാണ് ഡിസ്റ്റൻസ് ഫ്രം ദ ഇക്വേറ്റർ. ദെൻ height above the sea level എന്ന് പറഞ്ഞാൽ ഹിൽ സ്റ്റേഷൻസ് ആർ കൂളർ ദാൻ ദ പ്ലെയിൻസ്. ടെമ്പറേച്ചർ ഓൾവേസ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് ഓൾട്ടിറ്റ്യൂഡ്. ഉയരം കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കുറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് ഹൈറ്റ് അബവ് ദ സീ ലെവൽ. അതായത് സുഖവാസ കേന്ദ്രങ്ങൾക്കൊക്കെ എന്താണ് അവിടെ എല്ലാം കൂളറാണ്. സാധാരണ പ്ലെയിൻസിനെ അപേക്ഷിച്ച് കൂടുതൽ തണുപ്പ് എവിടെയാണ്? ഹിൽ സ്റ്റേഷൻസ്. അതായത് ടെമ്പറേച്ചർ അവിടെ കുറവായിരിക്കും. അതാണ് എൻ്റെ ഹൈറ്റ് അബവ് ദ സീ ലെവൽ എന്ന് പറയുന്നത്. ദെൻ ഡിസ്റ്റൻസ് ഫ്രം ദ സീ. കടലിൽ നിന്ന് എത്ര ദൂരമാണോ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അതനുസരിച്ചായിരിക്കും അവിടുത്തെ കാലാവസ്ഥ. നോക്കുക, അതായത് കടൽക്കാറ്റും കരക്കാറ്റും ഒക്കെ സമീപ പ്രദേശത്ത് ഉണ്ടാവും. ഡ്യൂറിങ് ദ ഡേ ദ കൂൾ എയർ ഓവർ ദ സീ മൂവ്സ് ടുവേർഡ്സ് ദ ലാൻഡ് മേക്കിംഗ് ഇറ്റ്സ് കൂളർ. ദ കൂൾ എയർ ദാറ്റ് ബ്ലോസ് ഫ്രം ദ സീ towards the land is called sea breeze. അതായത് കൂൾ എയർ സീ മൂവ്സ് ടുവേർഡ്സ് ദ ലാൻഡ്. അതായത് തണുത്ത കാറ്റ് സീയിൽ നിന്നും ലാൻഡിലേക്ക് മാറും. അപ്പം കൂൾ എയർ ദാറ്റ് ബ്ലോസ് ഫ്രം സീ ടു ലാൻഡ്. കടലിൽ നിന്നും കരയിലേക്ക് വീശുന്ന കാറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സീ ബ്രീസ് എന്ന് പറയുന്നത്. അതുപോലെ അത് ഡേയിലുണ്ടാകുന്നു. അപ്പം നൈറ്റിലോ? അറ്റ് നൈറ്റ് ഇത് കൂൾ എയർ എബവ് ദ ലാൻഡ് മൂവ്സ് ടുവേർഡ്സ് ദ സീ. രാത്രിയാകുമ്പം കരയിലുള്ള തണുത്ത കാറ്റ് കടലിലേക്ക് വീശുന്നു. അതിനെ എന്ത് പറയുന്നു? ലാൻഡ് ബ്രീസ്. അപ്പോൾ എന്താണ് ആ കാറ്റ് ആ സ്ഥലത്തെ സാമീപ്യം, അതായത് ഡിസ്റ്റൻസ് ഫ്രം ദ സീ ദാറ്റ് ഡിറ്റർമൈൻസ് ദ പ്ലേസ് ഈസ് വെരി കൂൾ ഓർ ഹോട്ട്. ദെൻ പ്ലേസസ് ഫ്രം ദ സീ എക്സ്പീരിയൻസ് എക്സ്ട്രീം ടെമ്പറേച്ചേഴ്സ് ഇൻ ദി ആബ്സെൻസ് ഓഫ് സീ ബ്രീസ് ആൻഡ് ലാൻഡ് ബ്രീസ്. ഇത് രണ്ട് കരക്കാറ്റും കടൽക്കാറ്റും ഇല്ലെങ്കിൽ ഭയങ്കര ചൂട് വരും, അല്ലേ? Then direction of wind.
Then the sources of wind blowing in an area to another important factor influence the climate of a place. If the wind blowing in an area from a cold region, the temperature in that area decreases. അത് തണുത്ത പ്രദേശത്തു നിന്നും കാറ്റ് വീശുവാണെങ്കിൽ എന്താണ് ആ പ്രദേശത്തെ ടെമ്പറേച്ചർ കുറവായിരിക്കും. അതായത് മൗണ്ടൻ റേഞ്ചസ് ഒക്കെ. If the wind blow from hotter region, അതൊരു ഡെസേർട്ടിൻ്റെ അവിടുന്ന് കാറ്റ് വീശുകയാണെങ്കിലോ, the temperature is that place the temperature increases. കണ്ടോ, അതാണ് തണുത്ത പ്രദേശത്ത് നിന്നാണെങ്കിൽ ടെമ്പറേച്ചർ കുറയും, ചൂടുള്ള പ്രദേശത്താണെങ്കിൽ ടെമ്പറേച്ചർ അവിടെ കൂടും. അതാണ് ഡയറക്ഷൻ ഓഫ് വിൻഡ്. ദെൻ ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ ഹ്യൂമിഡിറ്റി ഇസ് ദ വാട്ടർ വേപ്പർ ഓർ എ മോയ്സ്ചർ ഇൻ ദ എയർ. അന്തരീക്ഷത്തിലുള്ള ഈർപ്പത്തിൻ്റെ അളവ് അല്ലേ, ജലബാഷ്പത്തിൻ്റെ അളവിനെ. അപ്പോൾ എന്താണ് ഹ്യൂമിഡിറ്റി ഇൻക്രീസ്, റെയിൻഫോൾ ഓൾസോ ഇൻക്രീസ്. ഹ്യൂമിഡിറ്റി കൂടുതലാണെങ്കിൽ റെയിൻഫോളും കൂടുതലായിരിക്കും അല്ലേ. അതാണ് ദ ഹ്യൂമിഡിറ്റി ഓഫ് എ പ്ലേസ് ഡിറ്റർമൈൻ ദ ക്ലൈമറ്റ്. ദെൻ these are the about the factors affect the climate of a place. Which are the factors? Distance of the place from the equator, height of a place above the sea level, distance from the sea, direction of wind, the amount of humidity. These are the factors affecting the climate of a place. Then temperature zones. Temperature zones nu പറഞ്ഞാൽ the areas of the earth can be divided into 3 temperature zones. The amount of heat receives from the sun. സൂര്യനിൽ നിന്നും കിട്ടുന്ന ചൂടിൻ്റെ അടിസ്ഥാനത്തിൽ എർത്തിൽ എത്ര സോൺസ് ഉണ്ട്? 3 മേഖലകളായിട്ട് തിരിക്കുന്നു. ഏതൊക്കെയാണ്? ടോറിഡ് സോൺ, ടെമ്പറേറ്റ് സോൺ ആൻഡ് ഫ്രിജിഡ് സോൺ. ഇതുകൊണ്ട് ഹീറ്റ് സോൺസ് ഡിപ്പെൻഡിങ് ദി sun, heat from the sun. Heat zones of the earth. Take a diagram in your test. Good. The 0 degree, you know that it is equator. The above the place and below the place near the equator, these are torrid zone. അതായത് 23.5 degree south to 23.5 degree north. This area is called torrid zone. അതായത് the area lies between Tropic of Cancer and Tropic of Capricorn. കണ്ടോ, Tropic of Cancer തൊട്ട് Tropic of Capricorn വരെയുള്ള ഏരിയയിലാണ് ഏത്? ടോറിഡ് സോൺ. ദെൻ അടുത്ത ഏരിയ എന്താണ്? ടെമ്പറേറ്റ് സോൺസ്. അതേതാ? നോർത്തേൺ ടെമ്പറേറ്റ് സോൺ എന്ന് പറഞ്ഞാൽ the area between Tropic of Cancer and Arctic Circle. That is northern ടെമ്പറേറ്റ് സോൺ. അപ്പോൾ സദേൺ ടെമ്പറേറ്റ് സോൺ എവിടെ തൊട്ടായിരിക്കും? സദേൺ ടെമ്പറേറ്റ് സോൺ സ്റ്റാർട്ട് ഫ്രം ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ടു ആർട്ടിക് സർക്കിൾ, അന്റാർട്ടിക് സർക്കിൾ, നോട്ട് ആർട്ടിക്, അന്റാർട്ടിക് സർക്കിൾ. അതായത് 23.5 degree south to 66.5 degree south. That area is called southern temperate zone. അപ്പോൾ ലാസ്റ്റ് സോൺ ഏതാണ്? ഫ്രിജിഡ് സോൺ. ദാറ്റ് സ്റ്റാർട്ട് ഫ്രം അന്റാർട്ടിക് സർക്കിൾ ടു സൗത്ത് പോൾ. ഉണ്ടോ? അന്റാർട്ടിക് സർക്കിൾ തൊട്ട് സൗത്ത് പോൾ വരെയുള്ള ഏരിയ ആണ് ഏത്? സതേൺ ഫ്രിജിഡ് സോൺ. അപ്പോൾ നോർത്തേൺ ഫ്രിജിഡ് സോണോ? ദ ഏരിയ ബിറ്റ്വീൻ ആർട്ടിക് സർക്കിൾ ആൻഡ് നോർത്ത് പോൾ. ഉണ്ടോ? ഇത്രയും സ്ഥലമാണ് ഏത്? northern frigid zone. That between 66.5 degree north to 90 degree north. That is northern frigid zone. Can you this one? These are the 3 zones of the earth. Which are the 3 zones? Torrid zone, this area, green area. Then pink color, that is temperate zone. This yellow part, frigid zone. നോർത്തേൺ ഫ്രിജിഡ് സോൺ, സതേൺ ഫ്രിജിഡ് സോൺ. ടെമ്പറേറ്റ് സോണും സതേൺ ടെമ്പറേറ്റ് സോണും നോർത്തേൺ ടെമ്പറേറ്റ് സോൺ. ദെൻ ടോറിഡ് സോൺ, ദാറ്റ് ഏരിയ ലൈ ബിറ്റ്വീൻ ദിസ് ഓർ ഇക്വേറ്റർ. കണ്ടോ? ദി അബവ് ദി ഇക്വേറ്റർ ആൻഡ് ബിലോ ദി ഇക്വേറ്റർ. ഏരിയ ബിറ്റ്വീൻ ദ അബവ് ദി ഇക്വേറ്റർ ആൻഡ് ബിലോ ദി ഇക്വേറ്റർ. ദാറ്റ് ഈസ് ടോറിഡ് സോൺ. ദീസ് ആർ അബൌട്ട് സോൺസ് ഓഫ് ദി എർത്ത്. The lesson
5 is over. You read it so many times. You read the lesson 5. You find the fill in the blanks also. Okay, today's lesson is over. Thank you.